ഊരകം സർവീസ് സഹകരണ ബാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായ ഹെൽത്ത് കോംപ്ലക്സിന്റെ സമർപ്പണം തിങ്കളാഴ്ച വൈകിട്ട് 5-ന് നടക്കും. കെ രാധാകൃഷ്ണൻ MP ഹെൽത്ത് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1946-ലാണ് ഊരകം സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ ഇടപാടുകാർക്ക് നൽകുന്നതിനു പുറമെ ധാരാളം ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് സ്ഥാപനം. ICDP ധനസഹായത്തോടെയും സഹകരണ വകുപ്പിന്റെ സഹകരണത്തോടെയുമാണ് ഹെൽത്ത് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ ഊരകം സഹകരണ ബാങ്ക് പ്രസിഡന്റ് സിബിൻ T. ചന്ദ്രൻ അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ആദര സമർപ്പണം നിർവഹിക്കും. സഹകരണ സംഘം തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ജൂബി D. കുര്യാക്കോസ് കിഡ്സ് നെസ്റ്റ് ആദ്യ നിക്ഷേപം സ്വീകരിക്കും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് എന്നിവർ മുഖ്യാതിഥികളാകും. ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിക്കും. നീതി പോളിക്ലിനിക്, നീതി ലാബ്, നീതി ഫാർമസി അടക്കം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉടൻ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഊരകം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സിബിൻ D. ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുലജ സദൻ, ഭരണസമിതി അംഗങ്ങളായ AV കിഷോർ, KM ശശി, ഡിബിൻ മഞ്ഞളി, K അഭിലാഷ്, സെക്രട്ടറി ഇൻചാർജ് AS അൻവർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ ഈ കെട്ടിടം വളരെ ബലമുള്ളതും മനോഹരവുമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കേവലം കെട്ടിടം മാത്രമായി പോവുകയല്ല. ഈ കെട്ടിടം ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഹെൽത്ത് കോംപ്ലക്സ് കെട്ടിടത്തിൽ ബാങ്കിൻ്റേതായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ ഒരു കാൽവെപ്പ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്കറിയാം, വളരെ അധികം ചൂഷണങ്ങൾ ജനങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. അവിടെ വളരെ സുതാര്യവും വളരെ കൃത്യവുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാ മികച്ച രീതിയിലുള്ള ചികിത്സയും ലഭ്യമാക്കുക എന്നുള്ളതിൻ്റെ പ്രാരംഭഘട്ടം എന്ന നിലയ്ക്കാണ് നമ്മുടെ ഊരകം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെൽത്ത് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആലത്തൂർ MP ശ്രീ കെ രാധാകൃഷ്ണൻ അവർകളാണ് നിർവഹിക്കുന്നത്. നാളെ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഉദ്ഘാടനം ഫംഗ്ഷൻ. അതിനു മുൻപ് 4 മണി തൊട്ട് കണ്ണൂർ വോയിസ് അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ പ്രോഗ്രാമും ഉണ്ടായിരിക്കുന്നതാണ്.